അല്ലേ? എന്താണ്? ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ. പേജ് നമ്പർ 71, 71 പേജ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ആരാ? ആരാ ഉണ്ണികൃഷ്ണൻ? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലേ ഉണ്ണികൃഷ്ണൻ. അപ്പോ ശ്രീകൃഷ്ണന്റെ കഥയാണ് ഇവിടെ പറയുന്നത് അല്ലേ? ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ. ഉറി എങ്ങനെയുള്ള ആളാണ് കൃഷ്ണൻ? വെണ്ണ കെട്ടി നിന്ന ആളാണ് അല്ലേ? വെണ്ണക്കള്ളനാണ്. ഓക്കെ, കള്ളക്കണ്ണനാണ്. വെണ്ണ കെട്ടുന്നും ചെയ്യും അല്ലേ? അപ്പൊ അമ്മയെ പറ്റിച്ച് ആര്? ശ്രീകൃഷ്ണൻ വെണ്ണ കെട്ടുന്നേന്ന് ഉണ്ണികൃഷ്ണൻ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അമ്മയെ കാണാത്ത സമയത്ത് അമ്മയില്ലാത്ത സമയത്ത് കാണാതെ വെണ്ണ കട്ടു തിന്നല്ലേ? കള്ളനാണ് കൃഷ്ണൻ അല്ലേ? കള്ളനാണ്. നിങ്ങൾ ആരും കള്ളനാവണ്ട കേട്ടോ. എല്ലാരും തരും, അമ്മമാർ തരും. പിന്നെന്തിനാ കട്ടു തിന്നല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് വായിച്ചു നോക്കാം. സ്നാനത്തിനായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ, വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും. തൂക്കീന നല്ലൂറി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടിനാനൊട്ടു നേരം. പാരിച്ചു ഖേദിച്ചാൻ പൊക്കമില്ലായ്കയാൽ ഈരേഴു പാരുമളന്നവൻ താൻ. എന്തിനീ നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നൂറുങ്ങുന്നേരം. ദൂരത്തു നിന്നോരു പാഴൂരൽ കൊണ്ടെന്ന് ചാരത്തു ചാലേ കമിഴ്ത്തി വെച്ചാൻ. ഉന്നതി പോരാഞ്ഞു പിന്നെയതിന്മേല് അങ്ങത്ഭുതമായൊരു പീഠം വെച്ചാൻ. പെട്ടെന്നു പാഞ്ഞു കരേറിനാൻ തന്മീതെ പൊട്ടനല്ലേതുമാവറ്റീനെല്ലാം. ചിത്തം തെളിഞ്ഞിട്ട് പുത്തനാം നല്ലൂറി എത്തി നിന്നങ്ങു പീഡിക്കുന്നേരം. പീഠം പീരണ്ടു നീലത്തങ്ങ് വീഴ്കയാൽ ആടി തുടങ്ങിനാനങ്ങുമിങ്ങും. എന്താ പറ്റിയത്? ഉണ്ണികൃഷ്ണൻ ഉറിയിൽ തൂങ്ങി കടന്നു പോയി അല്ലേ? എങ്ങനെയാ? പീഠം അങ്ങ് മറിഞ്ഞു വീടും. കണ്ടോ പിക്ചറിൽ നിങ്ങളുടെ? ഏത് ഉരൽ ഉരുട്ടി വെച്ചിട്ട് ഉറിയിൽ തൂങ്ങിയ സമയത്ത് എന്തായി? പീഠം അങ്ങ് മറിഞ്ഞു വീണുപോയി അല്ലെ? അപ്പൊ എന്തായി? ഉണ്ണികൃഷ്ണൻ അതിന്റെ മുകളിൽ തൂങ്ങിയ പോലെയായി അല്ലേ? ഉയരമില്ലാത്തോണ്ട് എന്ത് ചെയ്തു? അവിടെ ഒരു പീഠം ഉരുട്ടി വെച്ചു എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്നാനത്തിനായിട്ട് എന്താ പറയുന്നത്? സ്നാനം പോയ സമയത്ത് എന്താ ചെയ്തത്? ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്യുന്നത്? സ്നാനത്തിനായിട്ട് മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ. എന്താ ചെയ്തത്? സ്നാനം കുളി അല്ലേ? കുളിക്കുവാൻ വേണ്ടി അമ്മ പോകുന്ന സമയം കാലത്തെ ആ സമയത്തെ പാർത്തു നിന്നു, കാത്തു നിന്നു അല്ലേ? എന്തിന്? അമ്മ അങ്ങോട്ട് പോകുന്ന സമയത്ത് വെണ്ണ കെട്ടി തിന്നാൻ വേണ്ടി അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെയല്ലേ? എന്തെങ്കിലും നിങ്ങൾക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അമ്മ എവിടേക്കെങ്കിലും മാറാൻ വേണ്ടി കാത്തു നിൽക്കും അല്ലേ? അപ്പൊ അമ്മേനെ കാണാതെ നമ്മൾ എന്ത് ചെയ്യൂ? കള്ളത്തരം ചെയ്യുക അല്ലേ? ആരെയും കാണാതെ ചെയ്യും. അപ്പൊ അങ്ങനെ കാത്തു നിന്നു. പിന്നെന്താ പറഞ്ഞേ? വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും. തൂക്കിന നല്ലുറി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം അല്ലേ? അപ്പൊ എന്താ ചെയ്തേ? അമ്മ
കുളിക്കാൻ പോയ സമയത്ത് ആ സമയം കാത്തു നിന്നിട്ട് എന്താ ചെയ്യുന്നേ? എന്തോ ഒരു കള്ളത്തരം കാണിക്കാനായിരുന്നു അല്ലേ? എന്താ ചെയ്തിട്ട് വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ട് അങ്ങുമിങ്ങും എവിടെ വെള്ളം വെച്ചിട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു? തൂക്കിന നല്ലുറി. തൂക്കിയിട്ടുണ്ടല്ലേ ഉറി? ഉറിയിലാണ് പഴയ കാലത്തിൽ എന്താണ് വെണ്ണയൊക്കെ തൂക്കി ഇടാറ് അല്ലേ? ആ എന്താണ്, എന്തുകൊണ്ടാണ്? ഉറുമ്പോ അതൊന്നും ഇരിക്കാണ്ടിരിക്കാനായിരിക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ തൂക്കിന നല്ലുറി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം. താഴെ നിന്നിട്ട് ആ പിക്ചറിൽ അതാണ് കാണിക്കുന്നത്. നോക്കുവാണ് മുകളിലോട്ട് അല്ലേ? ഇത് എങ്ങനെയാണ് എപ്പിക്കുക, എങ്ങനെയാണ് എടുത്ത് കയ്യിൽ കിട്ടണ്ടേ, അതിനെത്തണ്ടേ? അവൻ ചെറിയതാണല്ലേ, അതുകൊണ്ട് ഈ ഉറി തൂക്കിയെടുത്ത് എങ്ങനെ എത്താം എന്നില്ല ആലോചിക്കാൻ താഴെ നിന്നിട്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? തൂക്കിന നല്ലുറി തൻ കീഴിൽ ചെന്നിട്ട് ഉറി തൂക്കിയതിന്റെ കീഴെ ചെന്നിട്ട് നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം. കുറച്ചു നേരം, ഒട്ടുനേരം എന്ന് പറഞ്ഞാൽ അല്പസമയം നോക്കി നിന്നു. എന്ത്, ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുവാന്ന് ആലോചിച്ചു അല്ലെ? അപ്പൊ എന്താ പറഞ്ഞത്? സ്നാനത്തിനായിട്ട് മാതാവ് പോകുന്ന, മാതാവ് അമ്മ, കാലത്തെ ആ സമയത്തെ പാർത്തു നിന്നൊരു നാൾ, ഒരു ദിവസം വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ട് അങ്ങും ഉള്ളിലേക്ക് പോയിട്ട് എല്ലാ ഭാഗത്തും നോക്കിയിട്ട് എന്ത് ചെയ്തു? തൂക്കിന നല്ലുറി തൻ കീഴിൽ ചെന്നിട്ട്, ഉറിയുടെ കീഴിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം. നോക്കി നിന്നു അല്ലേ? ആരെങ്കിലും ശ്രദ്ധിക്കാതെ ഉണ്ടോ ഇങ്ങോട്ട്? വേറെ എന്തെങ്കിലും പ്രവൃത്തിയിൽ മുഴുകിയവരുണ്ടല്ലോ ഇവിടെ ശ്രദ്ധിക്കാതെ. കാണുന്നുണ്ട് വൃത്തിക്ക്. അപ്പോ തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം. അല്പസമയം എന്ത് ചെയ്തു? നോക്കി നിന്നു അല്ലെ? ഇതെങ്ങനെയാണ്? ഒട്ടുനേരം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം പാർത്ത് നോക്കി. ഓക്കെ. അകം പോകി, അകത്ത് കടന്ന് അല്ലേ? ഓക്കെ. അപ്പൊ അത്ര വരെയുള്ള ലൈനിൽ അത്രയാണ് പറഞ്ഞത്. എന്ത്? സ്നാനത്തിനായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂക്കിന നല്ലുറി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം. ഓക്കെ. നെക്സ്റ്റ് ലൈനിൽ എന്നാ പറയുന്നത് നോക്കാം. പാരിച്ചു ഖേദിച്ചാൻ പൊക്കമില്ലായികയാൽ ഈരേഴു പാരുമളന്നവൻ താൻ. പാരിച്ചു ഭാരിച്ച അല്ലെങ്കിൽ വല്ലാത്ത അല്ലേ? ഖേദിക്കുക, ദുഃഖിക്കുക. പൊക്കമില്ലായികയാൽ ഈരേഴു പാരുമളന്നവൻ താൻ. പിന്നെന്താ പറഞ്ഞേ? എന്തിനീ നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നുറുങ്ങുനേരം ദൂരത്തു നിന്നൊരു പാഴുരൽ കൊണ്ടെന്ന് ചാരത്തു ചാലേ കമിഴ്ത്തി വച്ചാൻ. എന്താ ചെയ്തേ? നീളമില്ലാത്തോണ്ട് എന്ത് ചെയ്തു? പാരിച്ച വല്ലാത്ത വിഷമത്തില് എന്ത് ചെയ്തു? എന്റെ പൊക്കമില്ലായകയിൽ നോക്കിയല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? എന്തിനീ നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നുറുങ്ങുനേരം അല്ലെ? നുറുങ്ങുനേരം എന്ന് പറഞ്ഞാൽ ഇത്തിരി നേരം ചിന്തിച്ചു നിന്നു, എന്താ ചെയ്യേണ്ടത് എത്തിപ്പിടിക്കാൻ വേണ്ടിന്ന് ചിന്തിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു? ദൂരത്ത് നിന്ന ഒരു പാഴുരൽ, ദൂരത്ത് നിൽക്കുന്ന പാഴുരൽ, വേണ്ടാത്ത ഉരല് അല്ലെ? പാഴെന്ന് പറഞ്ഞാൽ എന്താ? മോശമായ എന്നുള്ള അർത്ഥത്തിൽ അല്ലേ? പാഴുരൽ എന്ത് ചെയ്തു? പാഴുരൽ കൊണ്ടെന്നു എന്നിട്ട് എന്ത് ചെയ്തു? ചാരത്തു ചാലേ കമിഴ്ത്തി. അതിന്റെ അടുത്ത്, ചാരത്ത് പറഞ്ഞാൽ സമീപത്ത് അല്ലെങ്കിൽ അരികത്ത് എന്നർത്ഥം. ചാരത്തു ചാലേ കമിഴ്ത്തി വെച്ചാൻ, കമിഴ്ത്തി വെച്ചു അല്ലെ? ഉരല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉരൽ എന്തിനുപയോഗിക്കുന്ന സാധന? ഉരല് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ബാഹുബലി സിനിമയിലാ? ഓക്കെ. ഉരൽ എന്തിനാ ഉപയോഗിക്കുന്ന അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വെണ്ണ കറക്കാൻ വേണ്ടി. ഉരലാ?
ഉരൽ എന്തിനാ ഉപയോഗിക്കുന്നത് മക്കളെ? ഉരളിൽ കേറി നിൽക്കാൻ. അല്ല, ഉരൽ എന്താണ് സാധനം? ഉരല് പഴയ കാലങ്ങളിലെല്ലാം വീട്ടുകളിൽ ഉണ്ടാവുന്ന സാധനം ഉരല്. അരി ഇടിക്കുന്നത്. ഓക്കെ, അരിയും നെല്ലൊക്കെ ഇടിക്കുന്നത് അല്ലേ? ഓക്കെ, അതാണ് സാധനം. മറ്റേ വെണ്ണ കറക്കുന്നതല്ല, അരി ഇടിക്കുന്ന സാധനം അല്ലേ? ഇപ്പൊ മിക്സിയും ഗ്രൈൻഡറിലൊക്കെ വന്നു, അതുകൊണ്ട് നിങ്ങൾ ഉരല് കാണുന്നുണ്ടാവില്ല അല്ലേ? അപ്പോ ഉരല് അതിനാ ഉപയോഗിക്കുക. പഴയ അമ്മി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. ഒരു അരകല്ലുണ്ട്, അരകല്ല് എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ? അരക്കാനെല്ലാം ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ശ്രീദേവ് ഒക്കെ കണ്ടിട്ടുണ്ട്. അരകല്ലെല്ലാം ഇപ്പം വെറുതെ പുറത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാരും അടുക്കള പുറത്ത് ഏതെങ്കിലും പുറത്തൊക്കെ ചാടിയിട്ടുണ്ടാവും. ആരും ഉപയോഗിക്കാറൊന്നുമില്ല. ഇപ്പൊ മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട് അല്ലേ? ഇടക്കിടക്ക് ചമ്മന്തി അരക്കാനെല്ലാം എടുക്കലുണ്ട്. അതുകൊണ്ട് ഏതായാലും അരകല്ല് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അരകല്ല് ഉരല് അരി ഇടിക്കാനും നെല്ല് കുത്താനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഉരല്. അപ്പൊ ആ ഉരൽ ഉണ്ടായിരുന്നു. ആ ഉരൽ എന്ത് ചെയ്തു? ദൂരത്ത് നിന്ന് ആ പാഴുരൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ചാരത്തു ചാലേ കമത്തി വെച്ചാൽ. ചാരത്തെ അരികത്ത് തന്നെ അത് കമത്തി വെച്ചു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ മുകളിൽ കയറാൻ വേണ്ടിയാണ് കമത്തി വെച്ചത്. കുത്തുന്ന അതിലല്ല കമത്തി വെച്ച. എന്തിനാ? അതിന്റെ അടി നല്ല ലെവലിലായിരിക്കും, കയറി നിക്കാം അല്ലെ? സ്റ്റൂള് പോലെ ഉണ്ടാവും. അപ്പൊ അതിൽ കയറി നിക്കാം. ഉന്നതി പോരാഞ്ഞു പിന്നെ അതിന്മേൽ അങ്ങ് അത്ഭുതമായൊരു പീഠം വെച്ചാൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഉരല് വെച്ചിട്ടും ഉയരം പോരാ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഉന്നതി, ഉയരം പോരാഞ്ഞിട്ട് എന്ത് ചെയ്തു? പിന്നെ അതിന്മേൽ അങ്ങ് അത്ഭുതമായൊരു പീഠവും വെച്ചു. എന്നിട്ടോ പെട്ടെന്നു പാഞ്ഞു കരേറിതാൻ തന്മീതെ പൊട്ടനല്ലേതും അവറ്റിനെല്ലാം ചിത്തം തെളിഞ്ഞിട്ടു പുത്തനാം നല്ലുറി എത്തി നിന്നങ്ങു പിടിക്കുന്നേരം അല്ലേ? എല്ലാം റെഡിയായി, ഒക്കെ ഹൈറ്റെല്ലാം ശരിയാക്കി അതിന്മേൽ കയറി നിന്നിട്ട് ഉറി അങ്ങ് പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥേ. ചിത്തം തെളിഞ്ഞു. അപ്പൊ ഏതായാലും എനിക്കിത് എത്തിന്നില്ല, ഒരു ലെവലിലെത്തിയ സമയത്ത് എന്താ? മനസ്സൊക്കെ തെളിഞ്ഞ് പുത്തനാ നല്ലൊരു എത്തി നിന്നങ്ങു പിടിക്കുന്നല്ലേ? ഒരുവിധ അപ്പൊ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? പീഠം പിരണ്ടു നിലത്തങ്ങു വീഴുകയാൽ ആടിത്തുടങ്ങിനാൻ അങ്ങുമിങ്ങും. എന്നിട്ട് എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ? അതിൽ തൂങ്ങി ആടിക്കൊണ്ടിരുന്നു അല്ലേ? ഇതങ്ങ് ഉരുണ്ടു പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇറങ്ങാനും പറ്റിയില്ല. അല്ലെ? ഇറങ്ങാനും പറ്റില്ലല്ലോ, ആടിങ്ങനെ തൂങ്ങി നിന്നു. ആടിക്കൊണ്ട് നിന്നു അല്ലെ? തുള്ളാനും പറ്റില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. നിലത്തേക്ക് തുള്ളിയാലും പറ്റില്ല. അങ്ങനെ അവിടെ തൂങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത് അല്ലെ? അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ കക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ഉറിയിൽ തൂങ്ങി കിടക്കുന്ന അത്ര ആള് അല്ലെ? അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? കൃഷ്ണൻ കള്ളക്കണ്ണനാണ്. അപ്പൊ മണ്ണ കട്ട് തിന്നാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ കട്ട് തിന്നാൻ പറ്റിയില്ല ആൾക്ക് അല്ലേ? അപ്പോഴേക്കെ അതിൽ തൂങ്ങി നിന്നിട്ടുണ്ട് അത്ര. അപ്പൊ അതാണ് നമ്മുടെ ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ എന്നാണ് പറയുന്നത്. ഉറിയിൽ തൂങ്ങിയിട്ട് കിടക്കുകയാണ്. ഉറി കണ്ടോ അവിടെ തൂങ്ങിയിട്ട്? കാണാത്തവരുണ്ടെങ്കിൽ ഉറീനെ ഒന്ന് നോക്കിക്കോ, പിക്ചറിലുണ്ട്. ഉറിയിൽ 2 ചട്ടി പോലത്തെ സാധനം തൂങ്ങിയിട്ടുണ്ടോ? ഓക്കെ, വായിപ്പിക്കാം. ഒന്നുകൂടി വായിക്കുന്ന ശ്രദ്ധിച്ചോ. സ്നാനത്തിനായിട്ട് മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പുകീനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂക്കീന നല്ലൂറി തൻ കീഴിൽ ചെന്നിട്ടു നോക്കി നിന്നിടീനാനൊട്ടു നേരം പാരിച്ചു ഗതിച്ചാൻ പൊക്കമില്ലായ്കയാൽ 7 പാരുമളന്നവൻ താൻ എന്തിനീ നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നൂറുങ്ങു നേരം. ദൂരത്തു നിന്നൊരു പാഴൂരൽ കൊണ്ടെന്നു ചാരത്തു ചാലേ കമിഴ്ത്തി വെച്ചാൻ. ഉന്നതി പോരാഞ്ഞു പിന്നെ അതിന്മേല് അത്ഭുതമായൊരു പീഠം വെച്ചാൻ.
പെട്ടെന്നു പാഞ്ഞു കരേറിനാൻ തന്മീതെ പൊട്ടനല്ലേതുമാവറ്റീനെല്ലാം ചിത്തം തെളിഞ്ഞിട്ടു പുത്തനാം നല്ലൂറി എത്തി നിന്നങ്ങു പീഡിക്കുന്നേരം പീഠം പിരണ്ടു നീലത്തങ്ങു വീഴുകയാൽ ആടിത്തുടങ്ങി ഞാനങ്ങുമിങ്ങും. ഓക്കെ, ചെറുശ്ശേരിയുടേതാണ്. ചെറുശ്ശേരിയുടെ അറിയാലോ, കൃഷ്ണഗാഥയിൽ നിന്നുള്ള വരികളായിരിക്കും അല്ലെ. കൃഷ്ണഗാഥയിൽ നിന്നുള്ള വരികളാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. പ്രധാനപ്പെട്ട കൃതി ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ നമ്മളൊക്കെ ഏതോ പാഠത്തിൽ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ. ശ്രീകൃഷ്ണന്റെ കഥയാണ് കൃഷ്ണഗാഥയിൽ വിവരിക്കുന്നതിലത്തെ ഒരു ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുണ്ടായത് അല്ലേ. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് അർത്ഥമുള്ളത് നമ്മൾ പറഞ്ഞു. അകം പൂകി അകത്ത് കടന്നു, പാർത്ത് നോക്കി, ഒട്ടുനേരം, കുറച്ചു സമയം. അതില് നമ്മള് കൃഷ്ണഗാഥ ചെറുശ്ശേരി അല്ലെ ഓരോരാളെ പറഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛന്റെ അല്ലെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. കുഞ്ചൻ നമ്പ്യാർ തുള്ളപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അല്ലെ. കൃഷ്ണഗാഥയിലത്തെ കുറച്ച് വരികളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, അപ്പൊ കൃഷ്ണന്റെ കഥ വിവരിക്കുന്നതാണ്. അതിൽ കുറച്ച് ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ. അപ്പൊ അർത്ഥത്തിൽ ചാരത്ത്, അരികത്ത്, ചാലെ, നന്നായി, തൂക്കിന, തൂക്കിയിട്ട, പാർത്തു നിന്ന്, കാത്തു നിന്ന്, നുറുങ്ങു നേരം, ഇത്തിരി നേരം, പിരണ്ടു, മറിഞ്ഞു. പിരണ്ടു വീണു പറഞ്ഞാൽ മറിഞ്ഞു വീണു. ഓക്കെ, ചിത്തം, മനസ്സ്, പാര്, ഭൂമി അല്ലേ. ഓക്കെ, ഓക്കെ, എല്ലാരും വായിക്കാൻ പഠിച്ചോ? ഓക്കെ, എന്നാ ആരാ വായിക്കുന്നേ? ഓക്കെ, എന്നാ ദേവാഞ്ജന സ്റ്റാർട്ട് ചെയ്തോ. ഒരുപാട് ആളുണ്ട്. ഓക്കെ, വേഗം തുടങ്ങിക്കോ. പാഠം 18. കുളിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ. ജ്ഞാനത്തിനായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പൂക്കിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും നല്ലൂരി തൻ കീഴിൽ ചെന്നിട്ടു നോക്കി നിന്നിടിന തൊട്ടു നേരം പാലിച്ചു കേട്ടിച്ചാൻ പൊക്കമില്ലായിക പാലുമളന്നവൻ താൻ എന്തിന് നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നൂറുന്നു നേരം ദൂരത്തു നിന്നൊരു പാലുകൾ കണ്ടു ചാലത്തു ചാലെ കമിഴ്ത്തി വച്ചാൻ ഉന്നതി പോരാഞ്ഞു പിന്നെ അതിൽ മേലെ അത്ഭുതമായൊരു പീഠം വെച്ചാൻ പെട്ടെന്ന് പാഞ്ഞു കരേറി ഞാൻ തന്നീടെ പൊട്ടനല്ലേതുമെല്ലാം ചിത്തം തെളിഞ്ഞിട്ടു പുത്തന നല്ലൂറിയെത്തി നിന്നങ്ങു പിടിക്കൂ നേരം പീഠം പിരണ്ടു നിലത്തെ വീഴയാലാടി തുടങ്ങി ഞാൻ അങ്ങുമിങ്ങും. ഓക്കെ, നെക്സ്റ്റ് അൽന അഗസ്റ്റിൻ. പാഠം 18. ഉറിയിൽ തൂണ ഉണ്ണികൃഷ്ണൻ. ധനത്തിനായിട്ട് മാതാവ് പോകുന്നു കാലത്തെ പാർത്തിരുന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പുകിൻ വേഗത്തിൽ നോക്കിക്കൊണ്ടെങ്ങുമിങ്ങും തൂക്കിന നല്ലൂരി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടാനൊട്ടുനേരം പാരിച്ചു ഖേദിച്ചാൻ പൊക്കമില്ലായ്ക്കും പാരമല്ലെന്നവൻ താൻ എന്തിനി നല്ലതെങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നുറങ്ങുന്നേരം ദൂരത്തു നിന്നൊരു പാഴൂരൽ കൊണ്ടെന്ന് ചാരത്ത് ചാലെ കമിഴ്ത്തി വെച്ചാൻ ഉന്നതി പോരാഞ്ഞു പിന്നെ
പിന്നെ എന്തിന്മേലെങ്ങ് അത്ഭുതമായൊരു പീഠം വെച്ചാൻ പെട്ടെന്ന് പാഞ്ഞു കരേറി നന്നൻ മീതെ പൊട്ടനല്ലേതുമ വറ്റിനെല്ലാം ചിത്തം തെളിഞ്ഞിട്ടു പുത്തനം നെല്ലൂറിയെത്തി നിന്നങ്ങും പിടിക്കുന്നേരം പീഠം പീരണ്ടു നിലത്തങ്ങു വീഴ്കയാലാടിത്തു നീടാനാരുമിങ്ങും ആനങ്ങുമിങ്ങും. അടുത്ത കൃപാമേരി. ഓക്കെ. പാഠം 18. ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ. സ്നാനത്തിനായിട്ട് മാതാവ് പോകുന്ന കാലത്ത് പാർത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൽ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂക്കിന നല്ലൂരി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടുന്നൊട്ടു നേരം പാലിച്ചു ഖേദിച്ചാൻ പൊക്കമില്ലായ്മയിലോ 7 പാരുമള്ളന്നവൻ താൻ എന്തിനി നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നുറുങ്ങു നേരം ദൂരത്ത് നിന്നൊരു പാഴൂരൽ കൊണ്ടോന്ന് ചാരത്തിൽ ചാലെ കമഴ്ത്തി വെച്ചാൻ ഉന്നതി പോരാഞ്ഞു പിന്നെ അതിന്മേൽ അത്ഭുതമായൊരു പീഠം വെച്ചാൻ പെട്ടെന്ന് പാഞ്ഞു കരേറിനാൻ തന്മീതെ പൊട്ടനല്ലേതുമവറ്റിനാം ചിത്തം തെളിഞ്ഞിട്ട് പുത്തന നല്ലൂറി എത്തി നിന്നങ്ങു പിടിക്കുന്നേരം. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഫാത്തിമ. ഓക്കെ, ഫാത്തിമ. പാഠം 18. ഉറിയിൽ തൂങ്ങിയ ഉണ്ണികൃഷ്ണൻ. സ്ഥാനത്തിനായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പൂക്കിനാൽ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂക്കിന നല്ലൂറി തൻ കീഴിൽ ചെന്നിട്ടു നോക്കും നിന്നിട് ഞാനോട്ടു നേരം പാരിച്ചു ഖേദിച്ചാൽ പൊക്കമില്ലായ്കയാൽ ഈരേഴു പാരുമളന്നവൻ താൻയോ. ഈരേഴു പാരുമളന്നവൻ എന്ന് പറഞ്ഞാല് 14 ലോകവും അളന്നവനാണ് കൃഷ്ണൻ എന്നാണ്. ലൈൻ പറഞ്ഞില്ലേ? ഭൂമി. ഓക്കെ. എന്തിനി നല്ലതെന്നങ്ങനെ തന്നിലെ ചിന്തിച്ചു നിന്നു നുറുങ്ങുന്നേരം ദൂരത്തു നിന്നൊരു പാഴൂരൽ കൊണ്ടെന്നു ചാരതു ചാലെ കമിഴ്ന്നു വെച്ചാൽ ഉന്നതി പോരെന്നു പിന്നെ അതിന്മേലെ അത്ഭുതമായൊരു പീഠം വെച്ചാൽ പെട്ടെന്നു പാനു കരേറിനാൽ തന്മീതെ പൊട്ടനല്ലേതുമവറ്റിനെല്ലാം ചിത്തം തെളിഞ്ഞിട്ടു പുത്തനാം നല്ലൂറിയെത്തി നിന്നങ്ങു പിടിക്കുന്നേരം പീഠം പിരണ്ടു നിലത്തു വീഴയാ ആടിത്തുടങ്ങി ഞാനങ്ങുമിങ്ങും. ഓക്കെ, അപ്പൊ ഇതില് പറയുന്നത് കേട്ടോ, 7 പാരും അളന്നവൻ തന്നെ. 7 ലോകവും, അതായത് 14 ലോകവും അളന്നവനാണ് ആര്യ കൃഷ്ണൻ. എന്നിട്ട് എന്ത് ചെയ്തു? പൊക്കമില്ലായകയാൽ പാരിച്ചു ഖേദിച്ചു. ഉറി എത്താത്തത് കൊണ്ട് വല്ലാത്ത സങ്കടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഓക്കെ, ആരാ വായിച്ചോ? പഠിക്കോ? ആരാണ് ടീച്ചറെ ഞാൻ പാടാന്ന് പറഞ്ഞ? ഇപ്പോ ക്രിസ്റ്റിയാനോ? ആരാ പറഞ്ഞ? ഇപ്പോ പാടിക്കോ. ആൻഡ്രോസ് ആണോ? ആൻഡ്രോസ് പ്രിൻസ് ആണോ? ഓക്കെ, ക്രിസ്റ്റി സിൻഡോ എന്നാ വായിച്ചോ. സ്ഥാനത്തിനായി മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ
വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂകിന നല്ലൂറി തൻ കീഴിൽ തൂക്കിന നല്ലൊറി തൂക്കിയിട്ടിരിക്കുന്ന ഉറിയുടെ തൻ കീഴിൽ അതിന്റെ കീഴിൽ ചെന്നിട്ട് നോക്കി നേടിനാൻ ഒട്ടുനേരം പാലിച്ചു വേദിച്ചെന്നാൽ പോകുമെങ്കിലായി ആരിച്ചു ഖേദിച്ചാൻ പൊക്കമില്ലായകയാൽ ഈരേഴു പാരും വളർന്നവൻ താൻ. എന്തിന് നല്ലതെന്നെ തന്നലെ ചിന്തിച്ചു നിന്നു നുറുങ്ങുനേരം. ഇത്തിരി നേരം ചിന്തിച്ചു നിന്നു. ദൂരത്തെ നിന്നൊരു പാഴുരൽ കൊണ്ടെന്ന് പോരങ്ങു പിന്നെ എന്തിനുമേൽ പിന്നെ അതിന്മേലങ്ങ് അത്ഭുതമായൊരു പീഠം വച്ചാൻ. പെട്ടെന്ന് പാഞ്ഞു കരേറിനാൻ തന്മീതെ പൊട്ടനല്ലേതും അവറ്റിനെല്ലാം. ചിത്തം തെളിഞ്ഞിട്ട് പുത്തനാം നല്ലുറി എത്തിനിന്നങ്ങോ പിടിക്കുന്നേരം പീഠം പിരണ്ടു നിലത്തങ്ങു വീഴുകയാൽ ആടിത്തുടങ്ങിനാൻ അങ്ങുമിങ്ങും. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? സിനാനെ എവിടെയായിരുന്നു സിനാനെ? സിനാൻ വായിക്കണോ? ഈ പാടത്തിന്റെ ഫോട്ടോ എടുത്ത് വെച്ചോ. ഫോട്ടോ ഈ മോന് ടെക്സ്റ്റ് ഇല്ലേ? ഇല്ല, ഗൾഫിലാണോ ഉള്ളത്? അങ്ങോട്ട് കൊണ്ടുപോയില്ലേ നോട്ട്ബുക്ക്? ടെസ്റ്റ് എടുത്തിട്ടില്ല, മലയാളം എടുത്തിട്ടില്ല. ഇല്ല, ഞാൻ എടുത്തിട്ട് തരാം കേട്ടാ. ക്ലാസ് കഴിക്കാൻ ഏത് നമ്പറാ മോന്റെ? ഏതോ ഒരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയോ? ആയിക്കോട്ടെ. ഓക്കെ. സൂര്യദേവ് വായിച്ചോ. സ്ഥാനത്തായിട്ടും മാതാവ് പോകുന്ന കാലത്ത് പാർത്തു നിന്നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പൂകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടും അങ്ങുമിങ്ങും തൂക്കിന നല്ലൊറി തൻ കീഴിൽ ചെന്നിട്ടും നോക്കി നേരം ഖേദിച്ചാൻ പൊക്കമില്ല ലീരേഴും പാരുമളന്നവൻ താൻ. എത്തിനി നല്ല തന്നിൽ ചിന്തിച്ചു നിന്നു നുറങ്ങി നേരം. ദൂരത്തു നിന്നൊരു പാഴുരൽ കൊണ്ടുവന്നു ചാരത്തു ചാലെ കമിഴ്ത്തി വെച്ചാൻ.
ഉന്നതി പോരാഞ്ഞു പിന്മേൽ അത്ഭുതമായൊരു പീഠം വെച്ചാൻ പെട്ടെന്നു പാഞ്ഞു കയറിഞ്ഞാൻ തന്മിഴത്തെ ചിത്തം തെളിഞ്ഞിട്ടും പുത്തനം നല്ലേറി എത്തി നിന്നങ്ങും പീഡിക്കുന്നേരം പീഠം പിരണ്ടു നീളത്തങ്ങു ആടിത്തുടങ്ങിനാൻ അങ്ങുമിങ്ങും. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആരോ മിണ്ടാണ്ടാടി ഇരിക്കുന്നല്ലേ ആരോൺ? ജ്ഞാനത്തിനായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാർത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പോകിനാൽ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂകിന നല്ലൂറി തൻ കീഴിൽ ചെന്നിട്ടു നോക്കി നിന്നോടുന്നേരം പാരിച്ചു ഖേദിച്ചാൻ പൊക്കമില്ലായ്കയാൽ ഇരേഴു പാരുമളന്നവൻ താൻ. പൊക്കയില്ലായ്കയാൽ ഇരേഴു പാരുമളവൻ താൻ. എന്തിനീ നല്ലതെന്നങ്ങനെ തന്നില്ലേ ചിന്തിച്ചു നിന്നു നുറങ്ങുന്നേരം ദൂരത്തു നിന്നൊരു പാഴുരൽ കൊണ്ടുവന്നു ചാരത്തു ചാല കമിഴ്ത്തി വെച്ചാൻ. ഉന്നതി പോരാഞ്ഞു പിന്നെ അതിന്മേൽ അത്ഭുതമായൊരു പീഠം വെച്ചാൻ പെട്ടെന്നു പാഞ്ഞു കയറി ഞാൻ തന്നീലെ പൊട്ടനല്ലേതുമാവറ്റിനെല്ലാം ചിത്തം തെളിഞ്ഞിട്ടു പുത്തനം നല്ലൂറി എത്തി നിനക്കു പിടിക്കുന്നേരം പീഠം പീരണ്ടു നിലത്തു വീഴുകയാടി തുടങ്ങിനങ്ങുമിങ്ങും. ഓക്കെ, നെക്സ്റ്റ് ആൻഡ്രോസ് പ്രിൻസ്. ായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പോകിനാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും തൂക്കിന നല്ലൂറി തൻ കീഴിൽ ചെന്നിട്ടു നോക്കി പാരിച്ചു ഖേദിച്ച പാഴുമളന്നവൻ എന്തിനീ തന്നിലെ ചിന്തിച്ചു. പോയോ? ആൻഡ്രോസ് പോയോ? ഇപ്പൊ എന്ത് ചെയ്യാ മക്കളെ? നല്ലപോലെ വായിക്കുക കേട്ടോ, പാഠം നല്ലപോലെ വായിക്കുക. ഓക്കെ, ബൈ. സമയം കഴിഞ്ഞു കേട്ടോ മക്കളെ. ഓക്കെ, ബൈ, സി യു.